നിങ്ങൾ ചെയ്യുന്ന അതേ എഡിറ്റിങ്ങിന് 3 മടങ്ങ് പൈസ വാങ്ങുന്നവരുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ടാലന്റ് കൂടിയിട്ടോ സ്റ്റൈലുണ്ടായിട്ടോ ഒന്നുമല്ല, അവരുടെ പൊസിഷനിങ് കറക്റ്റ് ആയതുകൊണ്ട്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ മനസ്സിലാകും. എങ്ങനെ ഒരു ഹൈ പേയിങ് ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാം, എങ്ങനെ ടെൻഷൻ ഇല്ലാതെ റേറ്റ് കൂട്ടാൻ പറ്റും, എങ്ങനെ ക്ലയന്റുകൾ നിങ്ങളെ തേടി വരുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാം. 99% എഡിറ്റേഴ്സും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ വിചാരിക്കുന്നത് ഞാൻ നല്ല എക്സ്പേർട്ട് ആയിട്ട് ക്ലയന്റിനെ തേടി പോകാമെന്നാണ്. എന്നാൽ അങ്ങനെ വിചാരിക്കുന്നവർക്ക് തെറ്റി. കാരണം ഒരു എക്സ്പേർട്ട് ആവുന്നത് ക്ലയന്റിനെ കിട്ടിയിട്ടാണ്. എക്സ്പേർട്ട് ആയിട്ട് ക്ലയന്റിനെ കിട്ടണമെന്നില്ല. ഇതിന്റെ സീക്രട്ടിനെ ഞാൻ ക്ലയന്റ് ഫ്ലോ എന്ന് വിളിക്കും. എന്താണ് ക്ലയന്റ് ഫ്ലോ? സിമ്പിൾ ആണ്. എത്ര ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ് ക്ലയന്റ് ഫ്ലോ. ഫ്ലോ കൂടുതലാണെങ്കിൽ എല്ലാം ഈസിയാണ്. റേറ്റ് കൂട്ടണോ കൂട്ടിക്കോ, വേണ്ടാത്ത പ്രൊജക്റ്റ് ഒഴിവാക്കണോ ഒഴിവാക്കിക്കോ, കാരണം അടുത്ത ക്ലയന്റ് ക്യൂവിലുണ്ട്. ഇനി ക്ലയന്റ് ഫ്ലോ ഉണ്ടാക്കാൻ 4 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്, എഴുതി വെച്ചോളൂ. ഒന്നാമത്തത് ഔട്ട്റീച്ച്. ഇഷ്ടമുള്ള ഒരു ടോപ്പിക് തീരുമാനിക്കുക, എന്നിട്ട് ആ ടോപ്പിക്കിലെ 20 യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സിന് മെസ്സേജ് അയക്കുക. മെസ്സേജിൽ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ഫ്രീ ആയി എഡിറ്റ് ചെയ്തു തരാം, ചുമ്മാ എൻ്റെ സ്കില്ല് കാണിക്കാൻ. ഈ മെസ്സേജ് പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഓവർ ഡെലിവർ. ആ ഫ്രീ വർക്ക് ഉണ്ടല്ലോ, അത് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രൊജക്റ്റ് പോലെ ചെയ്യുക. പൈസ കിട്ടുന്നതിനേക്കാൾ വളരെ വലുതായ ഒന്നാണ് നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ലെവറേജ്. മൂന്നാമത്തെ കാര്യം പോസ്റ്റ് ഇറ്റ് ഓൺലൈൻ. അവർ ആ വീഡിയോ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും അവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ വേർഷൻ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ലിങ്ക്ഡ്ഇൻ, ഏത് പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ പുതിയ റെസ്യൂമെ. നാലാമത്തത് അട്രാക്ട്. ഈ 3 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ക്ലയന്റിനെ തേടി പോകുന്നത് നിർത്തും. ക്ലയന്റുകൾ നിങ്ങളെ തേടി വന്നു തുടങ്ങും. ഒരു ഫ്ലൈ വീൽ എഫക്റ്റ് പോലെ. ഓക്കെ, ക്ലയന്റ് ഫ്ലോ സെറ്റ് ആവുന്നുണ്ട്, ഇൻബൗണ്ട് മെസ്സേജ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് തെറ്റാണെങ്കിൽ ബിസിനസ് പൊട്ടും. ഇതാണ് ജനറലിസ്റ്റ് മിസ്റ്റേക്ക്. എന്താണ് ഈ ജനറലിസ്റ്റ്? അവർ എല്ലാത്തിനെ പറ്റിയും പോസ്റ്റ് ചെയ്യും. ഇന്നൊരു വെഡ്ഡിംഗ് വീഡിയോ ആണെങ്കിൽ നാളെ ഒരു ഗെയിമിംഗ് മോണ്ടാജ്, മറ്റന്നാൾ ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ. ഇത് കാണുന്നവർ പറയും ഇവനൊരു ഫോക്കസും ഇല്ല എന്നാണ്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ബിസിനസ് കോച്ച് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു എഡിറ്ററെ വേണം. 2 പേരുണ്ട്, വിക്രമനും മുത്തുവും. വിക്രമൻ വെഡ്ഡിംഗ് വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, പാർട്ടി വീഡിയോസ് ഒക്കെ ചെയ്യും. എന്നാൽ മുത്തു ബിസിനസ് കോച്ചിന് വേണ്ടി മാത്രം വീഡിയോസ് എഡിറ്റ് ചെയ്യും. നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും? അഫ്കോഴ്സ് മുത്തു. കാരണം അവനൊരു എക്സ്പേർട്ടാണ്, ഒരു സ്പെഷ്യലിസ്റ്റുമാണ്. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കൊരു ഹൃദയത്തിന് ഒരു ഓപ്പറേഷൻ വേണം. നിങ്ങൾ ജനറൽ ഡോക്ടറിന്റെ അടുത്ത് പോകുമോ അതോ ഹേർട്ട് സർജന്റെ അടുത്ത് പോകുമോ? ഹേർട്ട് സർജൻ. കാരണം സ്പെഷ്യലിസ്റ്റുകൾക്ക് എന്നും വാല്യൂ കൂടുതലാണ്. അവർ കൂടുതൽ പൈസ ചാർജ് ചെയ്യും, ആരും ചോദ്യം ചെയ്യില്ല. സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ ക്ലയന്റുകൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ ഈസിയാണ്, നിങ്ങളെ വിശ്വസിക്കാൻ ഈസിയാണ്. നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള പെർഫെക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട് കൂടുതൽ പൈസ തരാൻ അവർക്കൊരു മടിയും ഉണ്ടാവില്ല. ക്ലയന്റുകൾ നിങ്ങളുടെ റോ ടാലന്റ് അല്ല നോക്കുന്നത്, അവരുടെ ടോപ്പിക്, അവരുടെ ഓഡിയൻസ്, അവരുടെ ഗോൾസ്. ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു എഡിറ്ററെയാണ് അവർക്ക് വേണ്ടത്. ശരി, ഇനി കാര്യത്തിലോട്ട് വരാം. എങ്ങനെ നിങ്ങളുടെ നിഷ്, നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ കണ്ടുപിടിക്കാം? അതിന് 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തത്, എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്കിഷ്ടം? ഗെയിമിങ്ങോ, കുക്കിങ്ങോ, ഫിറ്റ്നസ്സോ, സിനിമയോ, അല്ലെങ്കിൽ എന്തിനെ പറ്റി മണിക്കൂറുകളോളം സംസാരിക്കാൻ പറ്റും, അത് ലിസ്റ്റ് ചെയ്യുക. രണ്ടാമത്തത്, ആ ടോപ്പിക്കിൽ പൈസ ഉണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സ് ആരൊക്കെ? യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അവരുടെ വീഡിയോസ് നോക്കുക, അവരുടെ എഡിറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് പഠിക്കുക. മൂന്നാമത്തത്, അവർക്ക് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അവരുടെ എഡിറ്റിംഗിൽ എന്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും? ഷോർട്ട് ഫോം കണ്ടന്റിൽ സഹായിക്കാൻ പറ്റുമോ? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ നീഷ് റെഡി. ഇനി ആ നീഷിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിൽ മാത്രം കണ്ടന്റ് ഉണ്ടാക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ കരിയർ ബാക്കിയുള്ളവരെക്കാളും പെട്ടെന്ന് മുന്നിലെത്താൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എഡിറ്റിംഗ് കരിയറിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത പ്രോബ്ലം കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എഡിറ്ററായി പൈസ ഉണ്ടാക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ഫായിസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.